നമ്മളങ്ങനെ ഇന്ത്യയുടെ വലത്തെ അറ്റത്ത് നിന്നും ഇന്ത്യയുടെ ഇടത്തെ അറ്റത്തേക്ക് പോവാണ്. അസമിലെ ദിബ്രുഗഡിൽ നിന്ന് നമ്മൾ രാജസ്ഥാനിലെ ലാൽഗഡിലേക്ക് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റണ്ണിങ് ഡെയിലി എക്സ്പ്രസ് ട്രെയിനായിട്ടുള്ള അവധ് അസം എക്സ്പ്രസ് ആണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ദിബ്രുഗഡാണ്. ദിബ്രുഗഡിൽ നിന്നും ഇപ്പോൾ രാവിലെ 10 രൂപന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 15909 15909 അവധ് അസം എക്സ്പ്രസ്സിന് നമ്മൾ 3 രാത്രി ചെലവഴിച്ചാണ് ഇവിടെ നിന്ന് ലാൽഗഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ യാത്രയുടെ 3 വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അടിപൊളി ട്രെയിൻ യാത്ര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടി വിടുന്ന 10 രൂപയാണെങ്കിലും ഞാൻ ഇവിടെ രാവിലെ 7 മണിക്ക് വന്ന് കുറച്ച് ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ വന്നപ്പോഴേക്കും വേണ്ട രാജധാനി കിടക്കുന്നുണ്ട്. രാജധാനിയുടെ ലോക്കോ നീളുണ്ടോ, ലാലാഗുഡ ഷെഡിന് ഒരു WP7 വന്ന് കിടക്കുന്നത് പോലെ ഇത് രാവിലെ ഇവിടെ വന്ന ന്യൂഡൽഹി ദിബ്രുഗഡ് രാജധാനിയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റണ്ണിങ് ഡെയിലി എക്സ്പ്രസ് ട്രെയിൻ അതെന്താണ് ശരിക്കും പറയാം എന്തുവന്ന്, അതാണ് ഈ കിടക്കുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്ന അവധ് അസം എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. കണ്ടോ നോക്കി, അവധ് അസം എക്സ്പ്രസ് നല്ല ബോർഡൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ അരുണൈ പോലൊന്നും അല്ല, നല്ല ബോർഡുണ്ട്. ലാൽഗഡിൽ നിന്നും ദിബ്രുഗഡിലേക്ക് പോകുന്ന ഡെയിലി വണ്ടിയാണിത്. ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ നമ്പർ 15909, തിരിച്ച് ലാൽഗഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് 15910. അപ്പോൾ ഈ ലോങ്ങസ്റ്റ് റണ്ണിങ് ഡെയിലി എക്സ്പ്രസ് ട്രെയിൻ എന്ന് വെച്ചാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിൻ വിവേകാണ്, ലോങ്ങസ്റ്റ് റണ്ണിങ് എക്സ്പ്രസ് ട്രെയിൻ ഹിമസാഗർ ആണ്. എക്സ്പ്രസ് കാറ്റഗറി ആയിട്ട് കാറ്റഗറിയാണ് ഞാൻ പറയുന്നത്. ലോങ്ങസ്റ്റ് റണ്ണിങ് ഡെയിലി എക്സ്പ്രസ് ട്രെയിൻ എന്ന് വെച്ചാൽ ഈ വണ്ടിയാണ്. അതായത് എല്ലാ ദിവസവും ഓടുന്ന ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന വണ്ടി. ബാക്കിയുള്ളവർക്കൊന്നും എല്ലാ ദിവസവും ഒന്നുമില്ല, പക്ഷെ എല്ലാ ദിവസവും ഓടുന്ന ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന വണ്ടിയാണ് ഈ കിടക്കുന്ന അവധ് അസം എക്സ്പ്രസ്. ഇതിന് 7 റേക്ക് ഉണ്ട്. 7 അവധ് അസം എക്സ്പ്രസ് വെച്ചിട്ടാണ് ഇവർ എല്ലാ ദിവസവും ഓടിക്കുന്നത്. പോലെ 7 സെറ്റ് ട്രെയിൻ ഉണ്ട് ഇതേപോലത്തെ. ഈ വണ്ടി സഞ്ചരിക്കുന്നത് 3117 കിലോമീറ്റർ ആണ്. 66 മണിക്കൂർ 15 മിനിറ്റ് എടുത്തിട്ടാണ് ഈ ഒരു അവധ് അസം സഞ്ചരിക്കുന്നത്. അപ്പൊ ഇതിന് ലോങ്ങസ്റ്റ് ട്രെയിൻസ് പട്ടികയിൽ 18ാം സ്ഥാനമാണ്. പക്ഷെ ലോങ്ങസ്റ്റ് റണ്ണിങ് ഡെയിലി എക്സ്പ്രസ് ട്രെയിൻ ഇതാണ്. നമ്മുടെ കോച്ച് ഇതാണ് കേട്ടോ, HA1 ഫസ്റ്റ് AC കം സെക്കൻഡ് AC-യിലാണ് എൻ്റെ സീറ്റ് ഉള്ളത്. അപ്പോൾ ഇവര് വണ്ടി ആദ്യം ഇവിടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ട് ഇപ്പോൾ ഷണ്ട് ചെയ്ത് മുന്നോട്ടും പുറകോട്ടൊക്കെ വണ്ടി പോകുന്നുണ്ട്. എന്തോ സംഭവം എന്നറിയത്തില്ല. ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും കോച്ചോ വല്ല പിടിപ്പിക്കുമായിരിക്കും കേട്ടോ, അതായിരിക്കും. ഇപ്പം എൻ്റെ കോച്ച് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഈ വണ്ടിയിൽ ശരിക്കും പറഞ്ഞാൽ കൂട്ടത്തിൽ കൊള്ളാത്തൊരു കോച്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം അത്യാവശ്യം ഭേദമുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ഒക്കെ വിവേക് ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളും അത്യാവശ്യം വൃത്തിയുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് ഇതൊക്കെ നല്ല ക്ലീൻ റേക്കാണ്. ഈ കോച്ച് വെച്ചിട്ട് ബാക്കി എല്ലാ കോച്ചും നിങ്ങൾ കണ്ടു, ഞാൻ വരാനത് കാണിച്ചില്ല. നല്ല ക്ലീനാണ്. ഇവർ കഴുകുന്നുണ്ടെന്ന് എന്തായാലും ഉറപ്പാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ല. കാരണം ഇത്രയും ദൂരം ഓടുന്ന വണ്ടിയല്ലേ. അപ്പോൾ വിവേകം ഇപ്പോൾ ബെറ്ററായി വരുന്നുണ്ട്. പക്ഷെ അരുണയുടെ ഒക്കെ എന്ത് അവസ്ഥയല്ല എനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികൾ ഇവർ വലിയ വില വെക്കുന്നില്ല, അതാണ് വലിയ കാര്യം. എൻ്റെ കോച്ചിൻ്റെ അകം ഞാൻ കാണിച്ചു തരാം കേട്ടോ, നോക്കണേ. അയ്യോ ഇതെന്തു പാടിയത്, ഭയങ്കര മോശം കേട്ടോ. ഇത് ഫസ്റ്റ് AC കം സെക്കൻഡ് AC തന്നെയാണോ, ഇത് പിടിയില്ല കേട്ടോ. ഇവിടാണ് എൻ്റെ സീറ്റ്. അമ്മേ, ഈ കോച്ചിൻ്റെ പകുതി ഭാഗം സെക്കൻഡ് ACയും പകുതി ഭാഗം ഫസ്റ്റ് AC കേട്ടോ. അപ്പം 17 എന്തുവാണ് എൻ്റെ ബർത്ത്. അതാണ്ട് ഇവിടെയാണ് എൻ്റെ ബർത്ത് 17. എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ സൈഡിൽ ഉറപ്പിക്കുന്നത്. അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങുമ്പോൾ എടുക്കും, അപ്പം പ്രിഫറൻസ് കൊടുക്കുന്ന സാധനം എന്തായാലും കിട്ടും, അല്ലാതെ എടുക്കുന്നതൊന്നുമല്ല. കമൻറ്റ് സെക്ഷനിൽ കുറേ ആൾക്കാരുണ്ട് ഞാൻ സെക്കൻഡ് AC പോകുന്ന കുരു പൊട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. അത് കാണുമ്പോൾ അറിയാൻ പറ്റും, ഇയാൾ സെക്കൻഡ് ACയിൽ യാത്ര ചെയ്യത്തുള്ളൂ, ഇയാൾ സ്ലീപ്പറിൽ യാത്ര ചെയ്യത്തില്ല, ജനറലി യാത്ര ചെയ്യത്തില്ല, സാധാരണക്കാരുടെ വില അറിയത്തില്ല. നമ്മൾ ഇത്രയും ദൂരം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ജനറൽ സ്ലീപ്പറൊക്കെ പോയാൽ നിങ്ങൾ ഈ വണ്ടിയുടെ ഒക്കെ അവസ്ഥ കണ്ടതല്ലേ. വൃത്തിയില്ലാത്തതിൻ്റെ മാത്രമല്ല, കയ്യിലുള്ള സാധനമൊക്കെ പോയതാ, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. AC വരെ കഷ്ടമാണ്, അപ്പോഴാണ് ജനറൽ സ്ലീപ്പറും ഒക്കെ. അയ്യോ, പിന്നെ വേറെ ചില ആൾക്കാരുണ്ട് എന്നെയും മലയാളി ട്രാവലേഴ്സിനെ തമ്മിലെടുപ്പിക്കാൻ നടക്കുന്ന ചില ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളൊരു കമൻറ്റ് ഇട്ടേക്കുവാണ്, ബ്രോ മലയാളി ട്രാവലേഴ്സ് ചെയ്യുന്ന പോലെയാണ് വീഡിയോ ചെയ്യുന്നത്, അവരുടെ അതേ പാറ്റേൺ ആണ്, അവർ പോകുന്ന സെയിം റൂട്ട് ഞാൻ പോയി തേടി പിടിച്ച് ചെയ്യുവാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്നതിനൊരു ഉടുപ്പില്ല. ഞാൻ എന്തിനാ അവരെ നോക്കി ചെയ്യണം, ഞാൻ എൻ്റെ സൈഡിൽ നോക്കി ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരാണ്. 2 മാസം മുമ്പേ ഞാൻ അവരിടാൻ പോകുന്ന വീഡിയോ ഞാൻ ഗണിച്ചിട്ട് അതിൻ്റെ പുറകിൽ ഞാൻ പോയി എന്ത് ലോജിക്കില്ലാത്ത കാര്യം പറയുന്നേ പറ. ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ആരെ അനുകരിച്ചിട്ടില്ല. എൻ്റെ സ്വന്തം സ്റ്റൈലും ഞാൻ പ്ലാൻ ചെയ്യുന്ന റൂട്ടാണ് ഞാൻ പോകുന്നത്, അല്ലാണ്ട് വേറെ ആരും പ്ലാൻ ചെയ്ത റൂട്ടോ കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയാൻ വരരുത്. കുറേ ആൾക്കാരുണ്ട് തമ്മിലെടുപ്പിക്കാൻ നടക്കുന്നവർ. കഴിഞ്ഞ ദിവസം മലയാള ട്രാവലേഴ്സിന് മെസ്സേജ് അയച്ചാണ് ഇതേപോലെ
ബ്രോ ഇതേപോലെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഞാൻ മൈൻഡ് ചെയ്യാറില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് മോശമാണ്. അവരവരുടെ സ്റ്റൈലാണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഞാനും അവരും തമ്മിൽ ഒരു ക്ലാഷും ഇല്ല. ഞങ്ങൾക്ക് പരസ്പരം ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് കേട്ടോ. ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പെടുത്താൽ എന്ത് കാര്യമോ അങ്ങനെ ഒരു പരിപാടിയില്ല. ഇത് എന്താ ആൾക്കാരതൊക്കെ പണ്ട് ഞാൻ പറയണമെന്ന് വെച്ചാൽ, പക്ഷെ ലാസ്റ്റ് ഞാൻ നിവർത്തിയില്ലാണ്ട് ഞാൻ ഇപ്പോൾ പറയുകയാണ്, വേറൊന്നുമല്ല. നമ്മുടെ ഈ കോച്ചിൻ്റെ സെക്കൻഡ് AC കണ്ടു, ഇനി ഫസ്റ്റ് AC കാണിച്ചു തരാം. ഇത് എന്തുവാടി ഇത് തുറച്ച് വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ലല്ലോ. ഇത് എന്ത് കോച്ചാണ് ഇത്? ഇതിൽ ഈ HA1 കോച്ചില്ലേ ശരിക്കും ഒരു കൂപ്പയും 2 ക്യാബിനാണ് വരുന്നത് കേട്ടോ. ഇതാണ് ഒരു ക്യാബിൻ, വെട്ടമൊന്നുമില്ല കേട്ടോ, കറണ്ടൊന്നും ഓണാക്കിയിട്ടില്ല. ഒരു ക്യാബിൻ, പിന്നെ ഇത് ഒരു കൂപ്പേ, ഒറ്റ കൂപ്പേ ഉള്ളൂ ഇതിൽ. പിന്നെ ഇതടുത്ത ക്യാബിൻ, ഒരു കൂപ്പയും 2 ക്യാബിനും. ഇത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് AC വരുന്നത്. ഇതെല്ലാം കണക്കാണ്. ഈ കോച്ച് മാത്രം കേട്ടോ മോശം, ബാക്കിയെല്ലാം നല്ലതാണ്. ഈ കോച്ച് മാത്രമാണ് മോശമായി പോയത്. ഉണ്ടാ ഇവിടാണ് എൻ്റെ ബെർത്ത്. എൻ്റെ കോച്ചാണെങ്കിൽ പാൻട്രിയുടെ തൊട്ടടുത്ത കോച്ചാണ് കേട്ടോ, തൊട്ടടുത്താണ് പാൻട്രി. ഇതിന് മുന്നിലാണ് സ്ലീപ്പർ ഇടുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം AC ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോക്കോ കാണണമല്ലോ ഏതാണ്ട്. ഇതിന് ഡീസൽ ലോക്കോ ആണ് ഗോഹട്ടി വരെ. പിന്നെ അവിടെ നിന്നാണ് ഇതിന് ഇലക്ട്രിക് കയറ്റുന്നത്. അപ്പോൾ ഏതോ ഒരു ഡീസൽ ലോക്കോ ആണ്, നോക്കട്ടെ. ഏതോ WDG4 എന്തോ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവിടെ നിന്ന്. ഇതിന് മുന്നിൽ ഒരു പാഴ്സൽ കോച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ ഷണ്ടിങ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഏതോ ഒരു സിലിഗുഡിയുടെ WDG4 ആണെന്ന് തോന്നുന്നു. നമ്മുടെ അവാദ് ആസാമിനെ നയിക്കുന്നത് കണ്ടോ, സിലിഗുഡിയുടെ ഒരു WDG4 ലോക്കോ ആണ് കേട്ടോ, 12916 കേട്ടോ. അപ്പോൾ ഇതാണ് ഗോഹട്ടി വരെ നമ്മുടെ അവാദ് ആസാം എക്സ്പ്രസിനെ നയിക്കുന്നത് കേട്ടോ. ലോങ് റൂട്ടിലാണ് വണ്ടി പോകുന്നത്. അതായത് ഈ WDG4 ലോക്കോയ്ക്ക് 2 ഭാഗമുണ്ട്. ഇത് ക്യാബിനുള്ള ഭാഗം, അപ്പുറത്തെ ഭാഗമുണ്ട് ലോങ് ഹുട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഇവിടെ ഇരുന്ന് ഓടിക്കുന്ന ലോക്കോ പേരിൽ ശരിക്കും പറഞ്ഞാൽ മുന്നിൽ വല്ലാടൊന്നും കാണത്തില്ല. വിസിബിലിറ്റി ഭയങ്കര ഒരു പ്രശ്നമാണ് ഈ ഒരു സിംഗിൾ ക്യാബ്, ഈ ഒരു EMD ലോക്കോയ്ക്ക്. പക്ഷേ ഓടിച്ച് ശീലക്കാർക്ക് കുഴപ്പമില്ല കേട്ടോ. മുന്നിലുണ്ടോ വലുതായിട്ട് ഇങ്ങനെ സിലിഗുഡി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ശരിക്കും ഈ ലോങ് കുട്ട് ഭാഗം കാണാൻ വേണ്ടി നല്ല ലുക്കാണ് കേട്ടോ. സ്കൂട്ടറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നു. ഈ ഒരു ലോങ് കുട്ടി ഈ ഒരു ഭാഗം കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ WDG4. അപ്പോൾ ഇതാണ് ഗോഹട്ടി വരെ നമ്മളെ കൊണ്ടുപോകുന്നത്. രാത്രി ഒരു 9:45 നമ്മൾ ഗോഹട്ടി എത്തുന്നത്. പിന്നെ അവിടെ നിന്ന് ഇലക്ട്രിക് ലോക്ക് കയറ്റും. ഈ WDG4 ലോക്കോയുടെ ഹോണിന് ഭയങ്കര ഗാംഭീര്യം കേട്ടോ, ഇങ്ങനെ ഗർജിക്കത്തില്ല, അതേപോലത്തെ സൗണ്ട് ഹോ എന്നും പറഞ്ഞോട്ടെ. നമ്മുടെ ദിബ്രുഗ കന്യാകുമാരി വിവേകിന്റെ ബോർഡൊക്കെ ഇവിടെ ഊരി വെച്ചേക്കുന്നുണ്ടോ അതൊക്കെ. എന്നാൽ രാത്രി വിവേക് വന്നാണ് മെയിൻ്റനൻസ് ചെയ്തോണ്ടിരിക്കണം, അത് ഇവിടെ കാണാത്ത ട്രൈക്കൊന്നും വിവേകിന്റെ ബോർഡ്. जंक्शन अवध असम एक्सप्रेस वाया मरियानी दीमापुर लैंडिंग गुवाहाटी नांगिया अपने निर्धारित समय सुबह 10:20 पर प्लेटफॉर्म क्रमांक 1 से रवाना होगी। अनुग्रह करी मन करिब गाड़ी संख्या 15909 डिब्रुगढ़ लालगढ़ जंक्शन अवध असम एक्सप्रेस वाया मरियानी दीमापुर लैंडिंग गुवाहाटी नांगिया रातिपुआ 2:20 নম্বর প্ল্যাটফর্মত পৰা সঠিক সময়। കോച്ചിന് അകമൊന്നും കുഴപ്പമില്ല കേട്ടോ, അകമൊക്കെ വൃത്തിയുണ്ട്. ഈ വണ്ടി പോകുന്ന വഴിയിലെന്നറിയോ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇനി ദിമാപൂർ വഴി നമ്മൾ ലംഡിങ് ഗോഹട്ടി പോകും. എന്നിട്ട് മറ്റേ സിലിഗുഡി ഉണ്ടല്ലോ, മറ്റേ ന്യൂ ജൽപൈഗുഡി, അങ്ങനെ നമ്മൾ കിഷൻഗഞ്ചിന് സ്ഥലത്ത് പോകും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ കത്തിഹാർ, പിന്നെ ബീഹാർ UP ആണ് 2 ദിവസം. നമ്മൾ പിന്നെ കത്തിഹാർ കയറും. അവിടെ നിന്ന് പിന്നെ നമ്മൾ ബറൗണി, സമസ്തിപൂർ, സോൻപൂർ, പിന്നെ പാട്നയ്ക്ക് അടുത്തുകൂടി നമ്മൾ ഇവിടെ UP ചാടും. ഗോരഖ്പൂർ, ലക്നൗ, മൊറാദാബാദ്, ബറേലി, പിന്നെ UP കൂടാണ് പോകുന്നത്. ബറേലി, പിന്നെ ഗാസിയാബാദ്, ഡൽഹി ഓൾഡ് ഡൽഹി പോകുന്നത്, ഡൽഹി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ബട്ടിണ്ട പോകും. നമ്മളെ ബട്ടിണ്ട പോയ ഓർമ്മയില്ല, പഞ്ചാബില് ബട്ടിണ്ട പോയിട്ട് അവിടെ ലോക്കോ റിവേഴ്സ് ഉണ്ട് വണ്ടിക്ക്. ബട്ടിണ്ട പോയിട്ട് അതായത് നമ്മള് ബിക്കാനീർ എത്തുന്നത് ഇന്നിപ്പോ ചൊവ്വാഴ്ചയാണ്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച വെളുപ്പിന് 4:30 നമ്മൾ ബിക്കാനീർ എത്തുന്നത്. ബിക്കാനീർ വെച്ചാൽ ലാൽഗഡ് വരെയുള്ള വണ്ടി, ബിക്കാനീർ പോകത്തില്ല. ബിക്കാനീറിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ് ലാൽഗഡ്. നമ്മുടെ ഈ ബാംഗ്ലൂരിലെ കൃഷ്ണരാജപുരം എന്ന് പറയത്തില്ല, അതേപോലെ തന്നെ ലാൽഗഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ബിക്കാനീറിൽ. അവിടെ വരെയുള്ള വണ്ടിയാണ് 3 രാത്രി. അപ്പോൾ ബട്ടിൻ്റെ ലോക്കൽ റിവേഴ്സിൽ കഴിഞ്ഞ് നമ്മൾ ഹനുമാൻഗഡ് വഴിയാണ് നമ്മൾ
ലാൽഗഡ് ചെല്ലുന്നത്. ഇതൊരു എക്സ്പ്രസ് കാറ്റഗറി വരുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഇതിന് ഇഷ്ടംപോലെ സ്റ്റോപ്പ് ഉണ്ട്, ചെറിയ ചെറിയ സ്റ്റേഷനിൽ വരെ സ്റ്റോപ്പ് ഉണ്ട്. ഇതിന് ആവറേജ് സ്പീഡ് 47 km/h. അപ്പൊ ഒന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ, പയ്യെ പോകുന്നൊരു വണ്ടിയാണ്. നമ്മൾ പോകുന്ന അവധസം എക്സ്പ്രസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ തിൻസുക്കിയ ഡിവിഷനാണ്. ദിബ്രുഗഡ് ആണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദിബ്രുഗഡൊക്കെ വരുന്ന തിൻസുക്കിയ ഡിവിഷനിലാണ്. അപ്പൊ ഇവരാണ് ഈ വണ്ടിയുടെ ഓപ്പറേഷനൊക്കെ. നമ്മുടെ കോച്ച് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ ഉണ്ടാക്കിയാണ്. ജാനുവരി 2020 ഈ കോച്ച് ഉണ്ടാക്കിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിൽ കയറിയിട്ട് ഈ പില്ലോ കവർ ഇല്ലാതെ പില്ലോയ്ക്ക് ഇത്രയും വൃത്തിയുള്ള കാണുന്നു കേട്ടോ. എനിക്ക് നല്ല വൃത്തിയുണ്ട് കേട്ടോ, നല്ല വെളുത്തിരിക്കുന്നത്, ഭയങ്കര റെയറാണ്. ഇത് പുതിയതൊന്നുമല്ല, പഴയതാണ് കേട്ടോ, യൂസ്ഡ് ആണ്. പക്ഷേ സാധാരണ ഈ പില്ലോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കറയൊക്കെ കാണത്തില്ലേ പില്ലോ കവർ ഇടാത്തപ്പോൾ, ഇതൊന്നുമില്ല. നല്ല വലിയ പില്ലോ, ചില ട്രെയിനിലൊക്കെ ചെറിയ പില്ലോ, പക്ഷെ നല്ല വലിയ പില്ലോ കേട്ടോ. പില്ലോയ്ക്ക് ഉണ്ട്, അത് വലിപ്പം അതൊക്കെ ആദ്യമായിട്ട് ഒരു ട്രെയിൻ കെട്ടി ഇത്ര വലിയ പില്ലോ കിട്ടുള്ളത് കേട്ടോ. നമുക്ക് വണ്ടി വിടുന്നതിന് മുന്നേ തന്നെ ബെഡ്ഷീറ്റ് തന്നു കേട്ടോ. ടിൻസുക്കിയ ഡിവിഷൻ നല്ല സർവീസാണ് അറ്റൻഡർമാർ കേട്ടോ. അറ്റൻഡർ ആ ചേട്ടൻ വന്നിട്ട് ആ ബ്ലാങ്കറ്റിൻ്റെ കൂടെ തന്നെ മറ്റേ ഇത് ടവലുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടവല്. അപ്പോൾ ചേട്ടൻ ചോദിച്ചത് എങ്ങോട്ട് പോരാൻ പറഞ്ഞു, ലാൽഗഡ് പോവാ, എവിടെ നിന്ന് വരണം, നമ്മൾ കേരളത്തിൽ പറഞ്ഞു. ഞാൻ കേരളത്തിലുണ്ടായിരുന്നു, ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു, പാലക്കാടുള്ളതൊക്കെ പറഞ്ഞ് നല്ല കമ്പനി, എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. അപ്പുറത്ത് അവർ വന്നപ്പോൾ എങ്ങോട്ട് പോവാ, നല്ല പെരുമാറ്റമാണ്. ചില വണ്ടികളൊക്കെ അവരുടെ ആരുടെയോ ഔദാര്യത്തിന് നമ്മൾ പോകുന്ന പോലെ തോന്നുന്നത്, പക്ഷെ ഇതിൽ നല്ല നല്ല സർവീസാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അടിപൊളി. 10:22 ആയപ്പോഴേക്കും 10 രൂപയാണ് വിടേണ്ടത്. 10:22 ആയപ്പോഴേക്കും നമ്മുടെ അവധസം എക്സ്പ്രസ് അങ്ങനെ ഒരു വലിയ യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ബൈ ബൈ ദിബ്രുഗഡ്. നമുക്ക് ഇനി അടുത്ത നോർത്ത് ഈസ്റ്റ് ട്രിപ്പിൽ കാണാം കേട്ടോ. അവധസമിന്റെ ആദ്യത്തെ സ്റ്റോപ്പ് ന്യൂ തിൻസുക്കിയ ജംഗ്ഷനാണ്. ഈ തിൻസുക്കിയ ഡിവിഷനിലാണ് ഈ സ്ഥലങ്ങളെല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ ന്യൂ തിൻസുക്കിയ ഒരു മെയിൻ സ്ഥലമാണ്. അവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ സ്ഥലമാണ് ഈ ന്യൂ തിൻസുക്കിയ. എനിക്ക് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു ചേട്ടൻ മെസ്സേജ് അയച്ചേ, ബിരു എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ആ ചേട്ടൻ ഇവിടെ ന്യൂ തിൻസുക്കിയയിൽ ഒരു റെയിൽവേ സ്റ്റാഫാണ്. അപ്പോൾ ആ ചേട്ടൻ മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മെസ്സേജ് അയച്ചപ്പോഴേ കരുതി ഇവിടെയൊക്കെ മലയാളം ഉണ്ടല്ലേ എന്നിങ്ങനെ വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വരും, കാണാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞായിരുന്നു ന്യൂ തിൻസുക്കിയയിൽ. ദിബ്രുഗഡ് ടൗൺ എന്നൊരു സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ലൈനാണ് ഈ കാണുന്നത്. ദിബ്രുഗഡ് ടൗണിന് ഡൽഹിക്ക് രാജധാനിയൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണിക്കുന്നത് എനിക്കൊന്നും എല്ലാം ഇപ്പോൾ ദിബ്രുഗഡ് നിന്നായിരിക്കും തുടങ്ങുന്നത്. തേയിലത്തോട്ടം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടായിരുന്നു തോന്നുന്നു. എല്ലായിടത്തും തേയിലത്തോട്ടമാണ്. വണ്ടി സ്റ്റേഷനിൽ നിന്ന് വിട്ടാൽ പിന്നെ ഇങ്ങനെ നമ്മുടെ ഇടയ്ക്ക് ഈ വാഴത്തോട്ടമൊക്കെ നിൽക്കത്തില്ല, അതേപോലെ ഇവിടെ തേയിലത്തോട്ടം. ഇവിടെ എല്ലാം തേയിലത്തോട്ടം കേട്ടോ. നോക്കി അടിപൊളി കാണാൻ വേണ്ടി നോക്ക്. വാ സൂപ്പർ കേട്ടാ. ഇതൊക്കെ പക്ക നമ്മുടെ അടുത്ത പോലെ എന്തോ ആ തോട്ടത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഓ നൈസ് കേട്ടോ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, വിവേക് ആണെന്ന് പറഞ്ഞ് കമൻറ്റ് ഇടരുത്. വിവേക് അല്ല, വിവേക് സൂപ്പർ ഫാസ്റ്റ് ആണ്. ഇത് എക്സ്പ്രസ് ആണ്. രണ്ട് കാറ്റഗറിയാണ്. ലോങ്സ്റ്റ് റണ്ണിങ് ഡെയിലി എക്സ്പ്രസ് ആണിത്. ചിലർ തെറ്റിദ്ധരിച്ച് വിവേകാന്ന് പറഞ്ഞിടും. വിവേകാന്ന് പറഞ്ഞിടരുത്, വിവേക് അല്ല, ഇതാണ് കേട്ടോ. വിവേക് പണ്ടായിരുന്നു, വിവേക് പണ്ട് എക്സ്പ്രസ് ആയിരുന്നല്ലോ. ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആണ്, ഇത് എക്സ്പ്രസ് ആണ്. ഫുള്ള് ട്രാക്കിന് അടുത്ത് വരെ തേയില കേട്ടോ. നോക്കിയേ അടിപൊളി. ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഗൈസ് ഫുള്ള് തേയില കേട്ടോ. ഇത് കണ്ടോ, തേയില മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ഒന്നുമില്ല കേട്ടോ. എത്ര നേരം നിറയിപ്പ് ഇതിങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. ആ ട്രാക്കിന് അടുപ്പിച്ച് വരെ തേയിലയാണ് കേട്ടോ. അടിപൊളി. നോക്കി അങ്ങ് കിടക്കും, ഇത് അങ്ങ് കുറേ ഉണ്ട് കേട്ടോ. നല്ല നീളത്തിൽ കിടക്കാണ്. ഈ ദിബ്രുഗഡ് ഈ ന്യൂ തിൻസുക്കിയ റൂട്ടിൽ
കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ചെയ്തുണ്ടോ. നമ്മൾ ഈ എത്താൻ പോകുന്ന ന്യൂ തിൻസുക്കിയ ശരിക്കും പറയാം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും മെയിൻ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ ലിഡോർ എന്ന സ്ഥലമുണ്ട്. നേരെ പോയാൽ അവിടെ വരെയുള്ള ട്രാക്ക്. അത് കഴിഞ്ഞാൽ അരുണാചലിന്റെ ഭാഗമാണ്. അതിന്റെ അടുത്ത് തന്നെയാണ് ബർമാൻ എന്ന ഒരു രാജ്യം സ്ഥിതി ചെയ്യുന്നുണ്ട്, മ്യാൻമർ. അപ്പോൾ നമ്മളിപ്പം അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ കിഴക്കേ അറ്റത്തുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ് ന്യൂ തിൻസുക്കിയ. ന്യൂ തിൻസുക്കിയ ജംഗ്ഷൻ നമ്മുടെ അവധ് അസം എക്സ്പ്രസിന്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ആൾക്കാർ കയറും നമ്മുടെ വണ്ടിയിൽ കേട്ടോ. ഡിവിഷൻ അടുത്തുള്ള സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നേരെ പോയാൽ തിൻസുക്കിയ ജംഗ്ഷൻ എത്തും. അവിടെ ആണ് ഈ ഡിവിഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഒരു ചേട്ടൻ വരുമെന്ന്. അപ്പോൾ ഇതാണ് വിനിച്ചേട്ടൻ. ചേട്ടൻ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? റെയിൽവേയിലല്ലേ. അപ്പോൾ ചേട്ടൻ എനിക്ക് ഉച്ചക്കത്തെ രാത്രിത്തേക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. വളരെ ഉപകാരം കേട്ടോ. വളരെ ഉപകാരം. താങ്ക് യു. ഇവിടെ എത്ര വർഷമായി ചേട്ടൻ? 5 വർഷമായല്ലേ? ആണല്ലേ? ആ ഓക്കെ ഓക്കെ. നാട്ടിലെ കോഴിക്കോടല്ലേ? കൊണ്ടോട്ടി. ഇവിടെയൊക്കെ മലയാളികളുണ്ടോ? അല്ലാതെ ആന്ധ്രക്കാർ. ചേട്ടൻ മാത്രമുള്ളല്ലേ? ഞാൻ ചേട്ടൻ ആദ്യം മെസ്സേജ് അയച്ചപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അറിയോ? കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ. ഓക്കെ. അങ്ങനെ ന്യൂ തിൻസുക്കിയയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇനി ദിമാപൂർ ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. നമ്മുടെ വിവേക് എക്സ്പ്രസ് ഒക്കെ ഇങ്ങനെ ന്യൂ തിൻസുക്കിയ വഴിയാണ് പോകുന്നത് കേട്ടോ. ന്യൂ തിൻസുക്കിയ വഴിയും പോവാം. പിന്നെ മറ്റേ സിപ്സാഗർ ടൗൺ എന്ന സ്റ്റേഷൻ, അതിലെ കൂടി നമുക്ക് ദിമാപൂർ ഭാഗത്തേക്ക് പോകാം. 2 വഴിയുണ്ട് ആക്ച്വലി. ഇവിടെ ന്യൂ തിൻസുക്കിയ നമ്മുടെ അങ്ങോട്ടേക്ക്, അതായത് സൗത്തിലേക്ക് കുറേ വണ്ടിയുണ്ട്. മറ്റേ SMVT ബാംഗ്ലൂർക്ക്, അങ്ങനെ കുറേ സ്ഥലത്തേക്ക് ന്യൂ തിൻസുക്കിയന്ന് വണ്ടി ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. തിൻസുക്കിയ എന്ന് പറഞ്ഞ ഒരു ടൗണിന്റെ സൈഡിൽ കൂടെയാണ് ഈ ട്രാക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ തിൻസുക്കിയ ജംഗ്ഷൻ കാണാം. അപ്പോൾ അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നത്, ദിമാപൂർ ഭാഗത്തേക്ക് പോകുന്നത്. നമ്മൾ പോകുന്നത് സിംഗിൾ ലൈനാണ്. അപ്പോൾ ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്. ഈ വണ്ടി ഗുവാഹട്ടിയിൽ നിന്ന് ലീഡോർ എന്ന സ്ഥലമുണ്ട് ഇവിടെ അടുത്ത്. ഞാൻ പറഞ്ഞില്ലേ അങ്ങ് വരെയാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നൊരു ഇൻട്രസിറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പിടിച്ച നമ്മളെ. ഇന്നലെ രാത്രി 11:40 ഗുവാഹട്ടിയിൽ നിന്ന് എടുത്ത വണ്ടിയാണ് ഇത്. ഇൻട്രസിറ്റി എന്നാ പേര്, പക്ഷേ ഓവർനൈറ്റ് വണ്ടിയാണ്. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇത് ലീഡോ എത്തുന്നത് കേട്ടോ. ആകെ 570 കിലോമീറ്റർ എന്നുള്ളൂ. പക്ഷെ എന്തോരം ടൈം എടുക്കണേ. ആ ചേട്ടൻ നമുക്ക് നല്ല അടിപൊളി ലെമൺ റൈസ് ഉണ്ടാക്കി തന്നായിരുന്നു. കഴിച്ച് നോക്കി കൊള്ളാം കേട്ടോ. നൈസായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. 25 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മുടെ 2ാമത്തെ സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. ബോജോ കേട്ടോ. ഈ സ്റ്റേഷൻ്റെ പേരാണ് ബോജോ. ഇവിടെ അപ്പുറത്തൊരു പോലീസ് ഇരിപ്പുണ്ട്. പുള്ളി വയർലെസ് വെച്ചിട്ടുണ്ട്. അപ്പം LPയും ഗാർഡും തമ്മിൽ മിണ്ടും നോക്കി ഇതിനകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടറിയാം. നേരത്തെ ഒരു സ്റ്റേഷനിൽ പോകാൻ നേരത്തെ സ്റ്റേഷൻ എടുക്കാൻ നേരത്ത് LP പറയുന്നുണ്ട് മെയിൻ ലൈനിൽ ഗുഡ്സ് കിടക്കുക, ലൂപ്പ് ട്രാക്കിൽ കൂടെ വേണം പോകാന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ. ഞാനത് ഇവിടെ കേട്ടു. പുള്ളി അത് കേട്ടോണ്ട് ഇവിടെ ഇരിക്കുക. നമ്മളങ്ങനെ അസമിലെ സിമലഗുഡി ജംഗ്ഷനിലേക്ക് തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ദിബ്രുഗഡ് പോയതാണ്ട് ഈ ലൈനിൽ കൂടെ കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മുടെ സിപ്സാഗർ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ പോയത്. അപ്പോൾ നമ്മളിപ്പം തിൻസുക്കിയ വഴിയാണ് ഇപ്പോൾ വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു മെയിൻ ലൈനിൽ ചേർന്നു, മറ്റേ ലംഡിങ് പോകുന്നത്.
ഒരു കോച്ച് മറിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താ സംഭവം ഇത്? ആർക്കറിയാത്ത ജനറലൊക്കെ നല്ല ഇടിയായിരിക്കും ഈ വണ്ടിയിൽ. കാരണം ഇവിടെ നിന്ന് ഈ ജോലിക്ക് രാജസ്ഥാൻ ഡൽഹിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ കയറുന്ന ഒരു വണ്ടിയാണ്. ഡൽഹിക്കൊക്കെ ഈ ജോലിക്ക് വേണ്ടി പോകത്തില്ല ഇവിടുന്ന്, നമ്മളുടെ അതിഥി തൊഴിലാളികളില്ല, അതേപോലെ ഇവിടുന്ന് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയൊരു വണ്ടിയായിരുന്നു ഈ അവധ് അസം എക്സ്പ്രസ്. ഇന്നലെ വിട്ടത് മിന്നാന്ന് വിട്ടതെല്ലാം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ലേറ്റാണ്. ഇതിന് പിന്നെ സ്ലാക്ക് ടൈം ഉണ്ട്, എന്നാലും അധികം ലേറ്റൊന്നും കുറയത്തൊന്നുമില്ല. എന്താവോ എന്തോ, അരണേ പോലെ ആവായിരുന്നാൽ മതി. ഒരു 3-4-5 മണിക്കൂർ വരെയൊക്കെ സഹിക്കാം. അത് ഈ കൂടുതലാകുമ്പോഴാണ് മടുപ്പ് വരുന്നത്. ഈ യാത്രയ്ക്ക് എനിക്കായത് 3760 രൂപയുടെ സെക്കൻഡ് എ സിക്ക് ഇവിടെ നിന്ന് ലാൽഗഡ് വരെ എക്സ്പ്രസ് ഫെയർ. അവിടെ ഇവിടെയൊക്കെ കൊണ്ട് പിടിച്ചിടലാട്ടോ. ഇത് കണ്ടോ, ഏതോ ശേഷി കൊണ്ട് പിടിച്ചിടും. ഇവിടെ ഒരാൾക്ക് കിടക്കുന്നുണ്ടോ, പഴയ ഒരാൾക്ക് ന്യൂ ഗുവാഹട്ടിയിടയ്ക്ക് കുജു 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 കുജു. ഇതൊക്കെ അടിപൊളിയല്ലേ, പഴയ സാധനമാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഏതോ ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെയാണ്. പക്ക കാടാണ് കേട്ടോ, നമ്മൾ നോക്കിയേ, പക്ക കാടാണ്. ട്രെയിനിൻ്റെ സ്പീഡും ഈ ഒരു സെക്ഷനിൽ ഭയങ്കര കുറവാണ് കേട്ടോ. മഴയൊക്കെ പെയ്യുമ്പോൾ എന്തായാലും നല്ല രസമായിരിക്കും ഈ ഒരു സെക്ഷനിൽ കൂടെ പോകുമ്പോൾ. സ്റ്റോപ്പായ മറിയാനി ജംഗ്ഷനിൽ നമ്മളാണ്ട് എത്തിയിട്ടോ. മറിയാനി ജംഗ്ഷൻ ഇവിടുത്തെ ഒരു മെയിൻ സ്റ്റേഷനാണ് ഈ മറിയാനി ജംഗ്ഷന്. 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഈ സാധനം ഇവിടെ എത്തത് കേട്ടോ. ഇനി ലേറ്റ് ആവായിരുന്നു, അത് ലേറ്റ് ആയി തുടങ്ങി. ഇപ്പം തന്നെ വണ്ടി വിട്ട് കുറച്ചായപ്പോൾ തന്നെ 45 മിനിറ്റ് ലേറ്റോടുകൂടിയാണ് നമ്മൾ മറിയാനി ജംഗ്ഷനിൽ എത്തിയത്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഈ വണ്ടിയിൽ കയറുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരു വണ്ടി കിടപ്പുണ്ട്, കാണിച്ചു തരാം ഏതാന്ന്. ആ വണ്ടി ഏതാണെന്നറിയോ, അതും അവധ് അസം എക്സ്പ്രസ് തന്നെയാണ്. ഇത് ലാൽഗഡിന്ന് 2-3 ദിവസം മുമ്പ് പുറപ്പെട്ടാണ്. ദിബ്രുഗഡിന്ന് രാവിലെ എത്തേണ്ടതാണ്, പക്ഷേ ഇതിലൂടെ എത്തിയിട്ടില്ല. അത് 5 മണിക്കൂർ ലേറ്റ് ആണ്. ദൈവമേ, അങ്ങനെയൊന്നും ആവായിരുന്നാൽ മതി. നല്ല ഡിലേ ആണത്. ഈ ദിബ്രുഗഡിന്ന് ലംഡിങ് വരെ ശരിക്കും പറഞ്ഞാൽ വലിയ സ്പീഡുള്ള സെക്ഷനൊന്നുമല്ല. ഒരു 90-100 ആ റേഞ്ചൊക്കെ ഉള്ളൂ. ലംഡിങ് അതിനാണ് 110 ഉള്ളത്. വലിയ സ്പീഡില്ലാത്ത സെക്ഷനാണ്, പക്ഷേ നിരപ്പായ സ്ഥലമാണ്. എനിക്കറിയത്തില്ല എന്താണ് സ്പീഡില്ലാത്തത്. നല്ല ടൈം കൊടുക്കും, നല്ല ടൈം കൺസ്യൂമിങ് ആണ് ഈ ഗോഹട്ടിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ, കാരണം സ്പീഡ് കുറവല്ലേ. നമ്മുടെ അവിടെയൊക്കെ ഒരു 4 മണി 5 മണി ആവുന്ന സമയത്തെ വെട്ടാണ്. ഇവിടെ 3 മണിയാകുമ്പോൾ കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നേരെ ഇരുട്ടും കേട്ടോ. പിന്നെ വെളിച്ചമൊന്നുമില്ല. 4 മണി 4:15 ആകുമ്പോൾ ഇരുട്ടും. നമ്മളിപ്പോൾ ഫുർക്കത്തിങ് ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷനിലെത്തി. ഫുർക്കത്തിങ് ജംഗ്ഷൻ. ഞാൻ നേരത്തെ 3/4 മണിക്കൂർ ലേറ്റ് ആണെന്ന് പറഞ്ഞില്ല. ഇവിടെ എത്തിയപ്പോഴേക്കും 9 മിനിറ്റ് ലേറ്റ് ആയി. ഇവിടെ സ്ലാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ എക്സ്പ്രസ് ആയിട്ട് ഇങ്ങനെ പല സ്റ്റേഷനിൽ ഇതേപോലെ സ്ലാക്ക് ടൈം കൊടുക്കും. സ്ലാക്ക് ടൈം എന്ന് വെച്ചാൽ എക്സ്ട്രാ ടൈം ഡിലേ ആവുന്ന കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമേ, ഇവിടെ ഈ സ്റ്റേഷനൊക്കെ ആകുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ ട്രാക്കിനടുത്താണെങ്കിൽ വീടുകളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഭയങ്കര വിജനമാണ് കേട്ടോ. ഭയങ്കര വിജനം, ഫുള്ള് കാട് പോലെയാണ് എല്ലായിടത്തും. പിന്നെ ഓരോ ടൈപ്പ് കൃഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ നെൽകൃഷിയുണ്ട്, പിന്നെ ഇതേപോലെ തേയിലയാണ് മെയിൻ ആയിട്ടുള്ളത്. തേയിലയുണ്ട്, നെൽകൃഷിയുണ്ട്, പിന്നെ ഈ തണുപ്പത്തുണ്ടാകുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ട് ലംഡിങ് ഡിവിഷനിലേക്ക് കയറാൻ പോകണം. ബോർഡറാണ് കാണുന്നത് കേട്ടോ.
ലംഡിങ് ഡിവിഷന്റെയും ടിൻസുക്കിയ ഡിവിഷന്റെ ബോർഡർ ഇത്. ഇവിടെ ഈ ഓരോ വീട്ടുകാർക്കും തേയിലത്തോട്ടം തോന്നുന്നു കേട്ടോ. എല്ലായിടത്തും കാണാൻ പറ്റും. തേയില മാത്രമല്ല, നെൽകൃഷിയുണ്ട്, എല്ലാ സംഭവവും ഉണ്ട്. ഭയങ്കര റിച്ചാണ് അഗ്രികൾച്ചറിലൂടെ. എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോച്ചും ഒരു ബർത്തുമാണ് ഈ സൈഡിൽ ഓരോ സെക്കൻഡ് എ സി. സെക്കൻഡ് എ സി ഇരിക്കുമ്പോൾ H7 കിട്ടണം. H7 കിട്ടിയാൽ വലിയ ആളും ബഹളമൊന്നും വരുത്തൊന്നുമില്ല. അതുപോലെ പുറത്തുനിന്ന് അങ്ങനെ സാധാരണ സെക്കൻഡ് എ സി കയറുന്ന അത്ര ആൾക്കാർ ഇതിനകത്ത് കയറുന്നത്, കാരണം ഫസ്റ്റ് എ സി ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു വൈബാണ്. യാത്ര ചെയ്യുമ്പോൾ നല്ലപോലെ എൻജോയ് ചെയ്ത് പോകണം. നല്ല സുഖമായിട്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് സമാധാനമായിട്ട് എൻജോയ് ചെയ്ത് പോകണം. നമ്മളൊരു 1.25 മണിക്കൂറിൽ നമ്മൾ നാഗാലാൻഡ് എത്തും. ഫസ്റ്റ് ടൈമാണ് നാഗാലാൻഡിലേക്ക് ഒരു ട്രെയിനിന് പോകാൻ പോകുന്നത്. ഞാൻ നാഗാലാൻഡ് 2 സ്റ്റേഷനിലും പോയിട്ടുണ്ട്. ദിമാപൂരും ഷോക്കുവയും പോയിട്ടുണ്ട്. അത് അന്ന് ചേട്ടൻ്റെ ഇവിടെ ട്രിപ്പ് വന്നപ്പോൾ 2 കയറി. ദിമാപൂർ കയറിയിട്ട് വിവേകിന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു രാത്രിയിൽ. അന്ന് ഇലക്ട്രിഫിക്കേഷനൊന്നും ആയിട്ടൊന്നുമില്ല, അന്ന് ഫുള്ള് ഡീസലായിരുന്നു. അപ്പോൾ ദിമാപൂർ ഈ നാഗാലാൻഡ് വരേണ്ടവർക്ക് ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ അവിടെ നിന്ന് നാഗാലാൻഡ് വരേണ്ടവർക്ക് ദിമാപൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഇറങ്ങിയാൽ മതി. നമ്മുടെ അവിടെ നിന്ന് ആകെ പോകുന്ന വിവേക് മാത്രമേ ഉള്ളൂ ദിമാപൂരിലേക്ക് കേട്ടോ. അരുണ എക്സ്പ്രസ് പോകത്തില്ല. അരുണയ്ക്ക് വരുവാണെങ്കിൽ ലംഡിങ് ഇറങ്ങിയിട്ട് ദിമാപൂർ വരണം. അപ്പം അമൂൽപാനോ എന്തോ ഇത്. അപ്പം ദിമാപൂർ വരണമെങ്കിൽ ആകെ വിവേക് മാത്രമുള്ള വിവേകിന് സെക്കൻഡ് എ സി എടുക്കുക, തേർഡ് എ സി പോലും എടുക്കരുത്. അപ്പോൾ നാഗാലാൻഡ് ട്രിപ്പ് വരേണ്ടവർക്കൊക്കെ ദിമാപൂർ ഇറങ്ങിയാൽ മതി. വിവേകിന് കയറിയാൽ ദിമാപൂർ ഇറങ്ങാൻ പറ്റും. തിരിച്ചും വിവേകിന് തന്നെ പോയാൽ മതി. അപ്പോൾ ദിമാപൂർ നിങ്ങൾക്ക് മറ്റേ ഷെയർ ടാക്സിയും ബസ്സുണ്ടെന്ന് അറിയത്തില്ല, സംഭവങ്ങളൊക്കെ കിട്ടും കൊഹിമയിലേക്ക് പോകാൻ വേണ്ടി. കാരണം അവിടെ നിന്ന് ഗാർഡ് സെക്ഷനാണ്, മുകളിലേക്ക് പോകണം കൊഹിമ. ദിമാപൂരാണ് ഏറ്റവും താഴത്തെ സ്ഥലം. നമ്മുടെ ട്രെയിനാണെങ്കിലും ജസ്റ്റ് നാഗാലാൻഡ് ഒന്ന് കയറി ഇറങ്ങത്തുള്ളൂ. ദിമാപൂരൊക്കെ ശരിക്കും നാഗാലാൻഡ് അസം ബോർഡറൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ നാഗാലാൻഡിൽ കൊഹിമയിലേക്കൊക്കെ പോകണമെങ്കിൽ എല്ലാവരുടെയും ബേസാണ് ഈ ദിമാപൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ വേണ്ട 3:55 ആയതേ ഉള്ളൂ വൈകിട്ട്. കണ്ടോ നോക്കി, ഇരുട്ടി. ഞാൻ പറഞ്ഞില്ലേ 4 മണി 4:15 മാക്സിമം 4:30 ആകുമ്പോഴേക്കും നേരെ ഇരുട്ടും. നമുക്കിപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡ് പോകുന്ന വിവേക് കാണാൻ പറ്റും. നമ്മൾ ഈ യാത്രയിൽ എത്ര വിവേക് ഉണ്ടല്ലോ ഈ ട്രിപ്പിൽ. ഇപ്പോൾ വിവേക് അവിടെ കിടപ്പുണ്ട് ഒരു സ്റ്റേഷൻ്റെ ക്രോസിങ്ങിന് വേണ്ടിയിട്ട്. കാണിച്ചു തരാം. ലേറ്റ് ആയിട്ട് ആണ് ഈ വിവേക് ഇപ്പോൾ വന്നേക്കുന്നത് കേട്ടോ. സ്ലീപ്പറിന്റെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമാണ്. പക്ഷെ എ സി പിന്നെയും കുഴപ്പമില്ല കേട്ടോ. പുറത്തുകൂടെ കേട്ടോ, വണ്ടി കാലിയാണ്. നമ്മളങ്ങനെ ഫൈനലി നാഗാലാൻഡ് കയറാൻ പോവാണ്. ഫസ്റ്റ് ടൈമാണ് നാഗാലാൻഡിൽ കൂടെ ട്രെയിനിന് പോകുന്നത്. ഇപ്പൊ ദിമാപൂർ എത്തും. നാഗാലാൻഡ് സ്റ്റേറ്റിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. നമ്മളിപ്പോ ദിമാപൂർ ഇതായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാഗാലാൻഡിന്റെ ആ ഒരു ബോർഡറിൽ കൂടെ ആണ് ഈ ട്രാക്ക് ശരിക്കും പോകുന്നത് കേട്ടോ. അങ്ങനെ നാഗാലാൻഡിലെ ദിമാപൂർ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു 10 മിനിറ്റ് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ആൾ കയറുന്ന ഒരു സ്റ്റേഷൻ കൂടെ ആണ്. അത്യാവശ്യം നമ്മുടെ വണ്ടി ഇപ്പം ഫുള്ളാവും. നല്ല ആൾ കയറുന്ന ഒരു സ്റ്റേഷനാണ് ദിമാപൂർ കേട്ടോ. കാരണം നാഗാലാൻഡിലെ ഏക ഒരു സ്റ്റേഷനല്ലേ ഷോക്കുവേ അതിനെപ്പറ്റി മെയിൻ ലൈനിലുള്ള. എന്ത് തിരക്കാന്നുകൊണ്ട് എൻ്റെ ദൈവമേ, ജനറലൊക്കെ കയറാൻ വേണ്ടി ഭയങ്കര ഇടി കേട്ടോ. നല്ല ആള് കയറുന്നുണ്ട് ഇവിടെ നിന്ന് ദിമാപൂരിന്. ഇവിടെ വെറുതെ അല്ല 10 മിനിറ്റ് കൊടുത്തേക്കത്, കാരണം അതുപോലെ ആള് കയറുന്ന ഒരു സ്റ്റേഷനാണ്. നല്ല ആള് കയറുന്നുണ്ട് കേട്ടോ. സ്ലീപ്പറിലും എ സിയിലും എല്ലാം. നമ്മുടെ വണ്ടിയിലും കുറേ പേര് വന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ ദിമാപൂർ സ്റ്റേഷനിൽ വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കുറേ റീലൊക്കെ കാണാറുണ്ട് ഇതേപോലെ വിവേകിന് വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് നാഗാലാൻഡൊക്കെ പോകുന്നത്. നാഗാലാൻഡ് ഒരു പട്ടി ഇറച്ചിയൊക്കെ കഴിക്കുന്ന ആൾക്കാർ കേട്ടോ.
ദിമാപൂരിൽ അങ്ങനെ ഉണ്ടോ നടത്തില്ല. ഞങ്ങളന്ന് പോയപ്പോൾ കൊഹിമയിലുണ്ടായിരുന്നു. അവിടെ എൻ്റെ മാർക്കറ്റിൻ്റെ ഉണ്ട്. ഇല്ലേ ആണ് ശരിക്കും പറഞ്ഞാൽ, പക്ഷേ വിൽക്കുന്നുണ്ട്. പട്ടി മാത്രമല്ല, മറ്റേ പുഴു ഉണ്ടല്ലോ, പട്ടുനൂൽപ്പുഴു പോലത്തെ പുഴു, പിന്നെ അങ്ങനത്തെ ഇൻസെക്റ്റ് പോലത്തെ ടൈപ്പൊക്കെ ഇവർ കഴിക്കും. അതൊക്കെ ദൈവമേ. നമ്മളങ്ങനെ ലംഡിങ് എത്താറായി. അതിന് മുമ്പ് സിഫൂന്ന് എന്നൊരു സ്റ്റേഷനിൽ നമ്മൾ എത്തി കേട്ടോ. ഇത് നമ്മളിപ്പോൾ അസമിൽ കയറി. നാഗാലാൻഡ് കുറച്ച് ഭാഗം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ദിമാപൂർ എത്തിയപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് ലോക്ക്ഡൗൺ സമയത്ത്, ലോക്ക്ഡൗൺ തുടങ്ങിയ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ശ്രമിക് സ്പെഷ്യലിന് തന്നെ കുറേ ട്രെയിൻ ഓടിച്ചായിരുന്നു ഈ ഭാഗത്തേക്ക്. അതായത് അതിഥി തൊഴിലാളികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒരു തിരുവനന്തപുരം ദിമാപൂർ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പടം എടുത്തിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരം ദിമാപൂർ സ്പെഷ്യൽ. അത് അന്ന് ഓടിയതിൽ അത് ഏറ്റവും കൂടുതൽ ദൂരം ഓടിയെന്നോ വണ്ടി എന്തോ ആണ്. കാരണം കറങ്ങി തിരിഞ്ഞ വഴിക്കൊക്കെയാണ് പോയത്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു വണ്ടി ഓടിയായിരുന്നു, തിരുവനന്തപുരം ദിമാപൂർ സ്പെഷ്യൽ കേട്ടോ. ഞാൻ അന്ന് അതിൻ്റെ പടം എടുക്കാനും പോയാലും അതിൻ്റെ പടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അന്ന് കുറേ വണ്ടി ഇതുപോലെ പോയിരുന്നു, മറ്റേ ശ്രമിക് സ്പെഷ്യൽ, പിന്നെ കുറേ റബ്ബറിൻ്റെ ഒക്കെ കയറ്റിക്കൊണ്ട് ഏതോ ഒരു വണ്ടിയൊക്കെ പോയിരുന്നു, റബ്ബർ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവല്ലന്നൊക്കെ. അന്ന് കുറേ വണ്ടിയൊക്കെ ഇങ്ങനെ പോയായിരുന്നു കോവിഡ് ടൈമിന്. നമ്മുടെ അവധ് അസം എക്സ്പ്രസ് അങ്ങനെയാണ്ട് ലംഡിങ് ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളന്ന് അരുണ എക്സ്പ്രസ്സിന് വന്നപ്പോഴും ഇവിടെ രാത്രി ആയപ്പോഴും എത്തി കേട്ടോ. നമ്മുടെ വണ്ടിക്ക് ലോക്കോ ചേഞ്ച് വരുന്നത് ഗുവാഹട്ടിയിലാണ്, ഇവിടെ അല്ല കേട്ടോ. ചില വണ്ടികൾക്ക് ലംഡിങ്ങിൽ ചെയ്യും, പക്ഷെ നമ്മുടെ വണ്ടിക്ക് ഗുവാഹട്ടിയിലാണ് ലോക്കോ ചേഞ്ച്. ഇവിടെ നിന്നാണ് സിൽച്ചറിലേക്ക്, അഗർത്തലയിലേക്ക് എല്ലാ ലൈൻ തിരിയുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളന്ന് അരുണ എക്സ്പ്രസ്സിന് കയറി സിൽച്ചർ പോയത്. അപ്പോൾ അഗർത്തല, ത്രിപുര എല്ലാം പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതി, ലംഡിങ് ഇറങ്ങിയാൽ മതി. ആകെ 6 മണി ആയതേ ഉള്ളൂ. നോക്കി എന്തോ ഇരുട്ടി അങ്ങ് ഭയങ്കര ഇരുട്ടായി പോയണ്ടോ. 6 മണി ആയതുള്ള സമയം. ഈ ഒരുപാട് സ്റ്റോപ്പുള്ള വണ്ടികൾക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ വണ്ടിയിലാണെങ്കിലും ഇൻ്റർമീഡിയറ്റ് ബുക്കിംഗ് ഉള്ളൂ, ആരും എൻഡ് ടു എൻഡ് ഇല്ല. എൻഡ് ടു എൻഡ് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എൻ്റെ മോഡലുള്ള ആൾ എൻഡ് ടു എൻഡ് ആണ്. ബാക്കി എല്ലാവരും ഇടയ്ക്കുന്ന് കയറി ഇടയ്ക്കുന്ന് ഇറങ്ങി അങ്ങനത്തെ പരിപാടിയാണ്. എൻഡ് ടു എൻഡ് ഇത്രയും ദൂരം ഓടുന്ന വണ്ടികൾ എൻഡ് ടു എൻഡ് പോകുന്ന ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുമായിരിക്കും, എസ്പെഷ്യലി ഡേ ടൈമിലൊക്കെ. നമുക്കൊരു ഓവർടേക്ക് കിട്ടും. നമുക്ക് ഇനി ഓവർടേക്ക് കിട്ടാൻ കിടക്കുന്നേ ഉള്ളൂ. ഇത് ജോറട്ട് ടൗൺ എന്ന സ്ഥലത്തു നിന്ന് ഗുവാഹട്ടി പോകുന്നൊരു ജനശതാബ്ദി ഉണ്ട്. അപ്പോൾ അത് തൊട്ട് പുറകിലുണ്ട്. അത് ഗുവാഹട്ടി എത്തുന്നതിന് മുമ്പ് നമ്മളെ ഒറ്റക്കടിക്കും. നമ്മുടെ വണ്ടിയുടെ ലോക്കോ ഒരു ഗുഡ്സ് ലോക്കോ ആണല്ലോ, WDG4 എന്ന് പറഞ്ഞ ഡീസൽ ലോക്കോ ആണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 100 kmph ആണ് കേട്ടോ. ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ 110 ട്രാക്കിലാണെങ്കിലും 100 അത് പോകത്തുള്ളൂ. പക്ഷെ നല്ലപോലെ വലിക്കാനുള്ള കഴിവുണ്ട്, കാരണം ഗുഡ്സ് ലോക്കോ അല്ലേ. നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ചപ്പർമുഖ് ജംഗ്ഷൻ എന്നൊരു ജംഗ്ഷനാണ്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടത്താണ് ഈ സിൽഘട്ട്, പിന്നെ രംഗപാര നോർത്ത് എന്നൊരു രണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ലൈനൊക്കെ തിരിയുന്ന ഒരു സ്റ്റേഷനാണ് ഈ ചപ്പർമുഖ് ജംഗ്ഷൻ. ഇപ്പോൾ സമയം രാത്രി 7:40 നമ്മളൊരു 9:45 റേഞ്ചിൽ ഗുവാഹട്ടി എത്തും. സമയം ഇപ്പോൾ 8:15. ഇവിടെ നിന്ന് ഇനി 56 കിലോമീറ്റർ എന്തേ ഉള്ളൂ ഗുവാഹട്ടിക്ക്. പക്ഷേ 9:45 സമയം, അത്ര സമയമൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ഗുവാഹട്ടിക്ക് മുന്നേ ഉള്ള ജാഗി റോഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തിയേ. നമ്മളിപ്പോൾ ഗുവാഹട്ടി ഔട്ട്സ്കേർട്സ് ആയി. അപ്പോൾ ഒരു 2-3 സ്റ്റേഷന് മുമ്പുള്ള ഒരു നാരംഗി എന്നൊരു സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടേക്കും കേട്ടോ. നമ്മുടെ വണ്ടി ഒരുപാട് നേരത്തെ 9:45 എത്തിയാൽ മതി. ഇപ്പോൾ 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. മിക്കവാറും ഓൺ ടൈമിനായിരിക്കും അവിടെ എത്തിക്കുന്നത്. കാരണം മുന്നിലൊരു 2-3 വണ്ടി ഞാൻ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. കുറേ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ പോയത് ഗുവാഹട്ടിയിൽ നിന്ന് ദിബ്രുഗഡ് പോകുന്ന നാഗാലാൻഡ് എക്സ്പ്രസ് ആണ്.
കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് ആ വണ്ടി നാഗാലാൻഡ് എക്സ്പ്രസ്, അതാണ് പോയത്. നമ്മളങ്ങനെ നാരങ്ങി സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. വണ്ടി ഇപ്പോഴും ബിഫോർ ടൈം ആണ്, ഓൺ ടൈമിന് കയറ്റിയത് മതി. ഇവിടെ ഗുവാഹട്ടി വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ലോക്ക് പഠിപ്പിക്കും. അത് മിക്കവാറും ബട്ടിൻ്റെ വരെ ആയിരിക്കും. ബട്ടിൻ്റെ ഞാൻ നോക്കിയപ്പോൾ ഡീസലാണ് കണ്ടത്, എനിക്ക് അറിയത്തില്ല. എന്തായാലും ബട്ടിൻ്റെ വരെ ഈ ലോക്കം ഉണ്ടാവും. അവിടെ നിന്ന് ലോക്ക് റിവേഴ്സിലും ഉണ്ടേ. അങ്ങനെ നമ്മൾ ഗോഹട്ടി എത്തിയിരിക്കുകയാണ്. ഗോഹട്ടിയിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ അവധ് അസം എക്സ്പ്രസിനെ കയറ്റുന്നത് കേട്ടോ. നമ്മളന്ന് അരുണ എക്സ്പ്രസ്സിന് വന്നപ്പോഴും ഇതേപോലെ സെയിം 1ാമത്തെ പ്ലാറ്റ്ഫോമിനാണ് കയറ്റിയത് കേട്ടോ. ഈ വണ്ടീനെയും 1ലാണ് കയറ്റുന്നത്. നമ്മുടെ വണ്ടിയിൽ വീണ്ടും ഇവിടെ നിന്ന് അടുത്ത സെറ്റ് ആൾക്കാരെ കയറും കേട്ടോ. പക്ഷേ സ്റ്റേഷനിലെ തിരക്ക് പൊതുവെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അവധ് അസമിനെ ഗുവാഹട്ടിയിൽ നിന്നും നയിക്കുന്ന ആരാ നോക്കണം പോയിട്ട്. ഏതെങ്കിലും WPC ആയിരിക്കും, ഏതാ നോക്കണം പോയിട്ട്. വാ, ഇതിന്റെ സ്ലീപ്പറിലൊക്കെ നല്ല തിരക്കാ കേട്ടോ. മീൻസ് ജനറലിലുള്ള ആൾക്കാർ വരെ ഉണ്ട് കേട്ടോ. ഫുള്ള് ഇടിയാണ് കേട്ടോ. ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ വരെയാന്ന്. എൻ്റെ ദൈവമേ, ഇതിലൊന്നും സ്ലീപ്പർ എടുക്കല്ല ദൈവത്തെ ഓർത്ത്. കാരണം അതുപോലെ സ്റ്റോപ്പുള്ള വണ്ടിയാണ്. പിന്നെ അതൊന്നും കിടന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. ഒട്ടും സേഫ് അല്ല. സ്ലീപ്പറും 3rd AC പോലും. 2nd AC ആണ് പിന്നെങ്കിലും ബെറ്റർ. 3rd AC ഈ അവസ്ഥ തന്നെയായിരിക്കും. എൻ്റെ ദൈവം, ഇവിടെ നിങ്ങൾ കണ്ടോ ഈ പാഴ്സലൊക്കെ ഇതിവിടെ കേട്ടുന്നുണ്ട്. ഈ വണ്ടിക്ക് എക്സ്ട്രാ പാഴ്സൽ കോച്ച് ഉണ്ട്. ഈ പാഴ്സൽ കോച്ച് കയറ്റാനുള്ള പാഴ്സലേക്ക് കിടക്കുന്ന നോക്കി. നമ്മുടെ ഡീസലിലൊക്കെ ഊരിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പം ഇലക്ട്രിക് വരും കേട്ടോ. മിക്കവാറും വേണ്ട കിടക്കുന്ന ലോക്കും ആയിരിക്കും നമുക്ക് പോകുന്നത്. ഗാസിയാബാദിൽ ഒരു WP7 ആണേ. അപ്പൊ അതിപ്പം ആ ഡീസൽ ലോക്ക് പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ അതും കൂടെ ഇറങ്ങി വരും വേണമെങ്കിൽ. നമുക്ക് പോകേണ്ട ലോക്കമാണിത്. ഗാസിയാബാദിന്റെ ലോക്കോ 30521. ഈ ലോക്കോയ്ക്ക് ഒരു കഥയുണ്ട്, ഞാനത് പറയാം കേട്ടോ. ഞാനത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എനിക്കൊരു പേടിയും വരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. ലോക്കോ റിവേഴ്സ് അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ ലോക്കോയുടെ കഥ ഞാൻ വണ്ടിക്കകത്ത് ഉണ്ട് പറയാം, കാരണം ഇവിടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. നമ്മുടെ ലോക്കോ വന്നിരിക്കുകയാണ് റിവേഴ്സ് അടിച്ചിട്ട്. ഗാസിയാബാദ് WP7. ഇതിനൊരു പേരുണ്ട് കേട്ടോ, വരുൺ എന്നാണ് ഈ ഒരു ലോക്കോയുടെ പേര് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വണ്ടി കയറിയിട്ട് പറയാം. ചെളി പിടിച്ചൊരു സാധനം കേട്ടോ. വണ്ടി എന്തായാലും ഓൺ ടൈമിന് എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ കൂടിപ്പോയൊരു 10 മിനിറ്റ് ഇടില്ല, അത്രേ കാണത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ലോക്കോ പഠിപ്പിക്കുന്ന കാണാൻ വേണ്ടി ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വന്നിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ലോക്കോ പഠിപ്പിച്ചു. ഇനി ഞാൻ നേരെ വണ്ടിക്കകത്തോട്ട് പോട്ടെ. ഇനി അവർ HOG ഒക്കെ പിടിപ്പിക്കണം. ഇനി ഞാനൊരു ഹിന്റ് വേണേ തരാം. ഈ ലോക്കോ ഒരു വണ്ടിയായിട്ട് ആക്സിഡന്റ് ആയ ലോക്കോ ആണ് കേട്ടോ. ഏത് വണ്ടിയാണെന്ന് ഞാൻ വണ്ടിക്കകത്തോട്ട് പറയാം. ഇവിടെ ഇത് പറയാൻ ഒത്തിരി ഉണ്ട്, കേൾക്കത്തില്ല, അത് ഭയങ്കര സൗണ്ട് അല്ലേ. സംഭവം എന്താണെന്ന് വെച്ചാൽ 2023 ബീഹാറിലെ ബക്സറിൽ വെച്ചിട്ട് നോർത്ത് ഈസ്റ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കാമാക്കിയെന്ന് ആനന്ദ് വിഹാർ പോകുന്ന വണ്ടി ഡിറൈലായിട്ട് അന്നൊരു 4 പേര് മരിച്ചായിരുന്നു. അത് അത്യാവശ്യം എല്ലാവരും അറിഞ്ഞൊരു ആക്സിഡൻ്റ് ആയിരുന്നു. കാരണം അത് കോച്ചൊക്കെ കുറേയൊക്കെ ഡിറൈലായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അപ്പോൾ ആ ഡിറൈലായ ആ വണ്ടിയുടെ ലോക്കോ ആണ് നമ്മളിപ്പോൾ കണ്ട ആ ഒരു ലോക്കോ. ആ ലോക്കോയും ഡാമേജ് ആയിരുന്നു, കാരണം അതിങ്ങനെ ഇരുന്ന് പോയ ഒരു അവസ്ഥയിലായിപ്പോയി. എന്നിട്ട് ഇവർ ആ ലോക്കോ റീബിൽഡ് ചെയ്തെടുത്താണ് നമ്മളിപ്പോൾ കണ്ടറിയോ. അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവരാ ലോക്കോ അതിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ മാറ്റി അത് റീബിൽഡ് ആക്കി എടുത്തു. നമ്മൾ ഈ കാറൊക്കെ ഇപ്പോൾ ഇടിച്ച് കാറ് പണിതെടുക്കത്തില്ല, അതേപോലെ ലോക്കോ പണിതെടുത്തു. അതാണ് നമ്മളിപ്പോൾ കണ്ട ലോക്കോ. ഗാസിയാബാദിൻ്റെ 30521 എന്നൊരു ലോക്കോ ആണ്. അതിനൊരു പേരുമുണ്ട്, വരുന്നാണ് ആ ലോക്കോയുടെ പേര്. ആ ഇടിക്കുന്നതിന് മുമ്പ് ആ പേരുണ്ടായിരുന്നു. ഇടിച്ച് കഴിഞ്ഞ് റീബിൽഡ് ചെയ്തപ്പോൾ ആ പേര് അവരെടുത്ത് മാറ്റി. അതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു പേടി ഇടി വന്നത്. കാരണം ഒരു അപകടം സംഭവിച്ച വണ്ടിയുടെ ലോക്കോ ആയിരുന്നത്. എന്തായാലും ചെറിയൊരു പേടി വരും, കുഴപ്പമൊന്നുമില്ല, സേഫാണ്. ആ ലോക്കോയുടെ അന്നത്തെ അവസ്ഥയുടെ പഠനം ഇപ്പോൾ കാണിക്കുക. അതിങ്ങനെ ഇരുന്ന് പോയ പോലെ അങ്ങനെ ആയിപ്പോയി. നല്ല സ്പീഡിൽ വന്ന വണ്ടി ഡിറൈലായിട്ട് കോച്ചുകളെല്ലാം ട്രാക്കിൽ നിന്നൊക്കെ പാളം തെറ്റിപ്പോയി. കോച്ചും ഈ ലോക്കോയും അങ്ങനെ ആയിപ്പോയി. ലോക്കോ അങ്ങനെ മറിഞ്ഞൊന്നുമില്ല, പക്ഷെ ലോക്കോ ഇങ്ങനെ ഇരുന്ന പോലെ ആയിപ്പോയി. അങ്ങനെ നമ്മൾ 17 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഗോഹട്ടി നടത്തിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ എനിക്ക് മിക്കവാറും NJP ഭാഗമൊക്കെ ആവുമായിരിക്കും. പിന്നെ ഞാൻ ഉറങ്ങട്ടെ. ഇവിടെ എല്ലാവരും നേരത്തെ എണീക്കുന്ന ആൾക്കാരുണ്ട്, കാരണം നേരത്തെ നേരം വെളുക്കുന്നതുകൊണ്ട് നേരത്തെ എണീക്കും എല്ലാവരും, നേരത്തെ കിടക്കുകയും ചെയ്യും. അപ്പം നേരത്തെ കിടന്നില്ലേ പണിയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ കാണാം. രാവിലെ സമയം 5:30 നമ്മളിപ്പം NJP ന്യൂ ജൽപൈഗുരി എത്താറായിട്ടുണ്ട്. രാവിലെ നേരം വെളുത്തിരിക്കുന്നതാണ്. 5 മണി തൊട്ട് നേരം വെളുക്കാൻ തുടങ്ങിയാണ്. 5:30 ഇപ്പോൾ. ഗൈസ്, കുറേ മഞ്ഞുമലയൊക്കെ കാണുന്നതുകൊണ്ട് അങ്ങ് ദൂരെ. ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ നമ്മുടെ ആ കാഞ്ചൻജംഗ ഉണ്ടല്ലോ, കാഞ്ചൻജംഗ ഭാഗമൊക്കെ ആയിട്ട് വരും. ഈ കാഞ്ചൻജംഗ ആണോ കാണുന്നത് അറിയത്തില്ല, നല്ല ക്ലിയർ ആയിട്ട് കാണാം, ഒത്തിരി അടുത്തായിട്ടാണ് കാണുന്നത്. വണ്ടി ഓൺ ടൈമാണ്, വലിയ ഡിലേ ഒന്നുമില്ല, ഒരു 10-15 മിനിറ്റ് ഡിലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ NJP എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി നിൽപ്പുണ്ടേ.
നമ്മുടെ വണ്ടിയിൽ കുറേ പട്ടാളക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ ഇറങ്ങാൻ തോന്നുന്നു. കുറേ പട്ടാളക്കാരുണ്ട്. ഇത് കണ്ടോ, ഇത് വന്ദേ ഭാരത് കിടക്കുന്നുണ്ടോ? ഈ വന്ദേ ഭാരത് ഇവിടെ ന്യൂ ജൽപൈഗുഡിന്ന് പട്നയ്ക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കേട്ടോ. ശരിക്കും മാറിപ്പോയി കേട്ടോ. ഇത് പാട്നയ്ക്ക് പോകുന്ന വന്ദേ ഭാരത് അല്ലേ, ഇത് ഗോഹട്ടിക്ക് പോകുന്ന വന്ദേ ഭാരതാണ്. പാട്നയ്ക്ക് പോകുന്ന ഒരെണ്ണം ഉണ്ട്. ഇത് രണ്ടും കൂടെ കണ്ട് ഒരുമിച്ചുള്ള സമയത്താണ് വിടുന്നത് കേട്ടോ. അത് ഗോഹട്ടി, അത് എഴുതിയിട്ടുണ്ട് ഗോഹട്ടി എന്ന് പറഞ്ഞോണ്ട്. സോറി ഗൈസ്. ഞാൻ നോക്കിയപ്പോൾ കാഞ്ചൻജംഗയാണെന്നാ കാണുന്നത് കേട്ടോ. കാഞ്ചൻജംഗ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം നല്ല വലിപ്പമുണ്ട്, നല്ല ദൂരെയാണ്. പക്ഷേ അത് അടുത്തായിട്ട് തോന്നുന്നു കേട്ടോ. നോക്കിയപ്പോൾ നല്ല ദൂരെയാണ് സാധനം. നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. നമ്മൾ രാത്രിയൊക്കെ ആസാമിലായിരുന്നു. ഇപ്പം നമ്മൾ വെസ്റ്റ് ബംഗാളിലാണ്. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ കത്തികാർ ഡിവിഷനാണ് ഇത് കേട്ടോ. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ? ഇത് ഇവിടെ നിന്ന് അമൃത്സർ പോകുന്ന, അതായത് ന്യൂ ജൽപൈഗുഡിയിൽ നിന്ന് അമൃത്സർ പോകുന്ന കർമ്മഭൂമി എന്നൊരു വണ്ടിയുടെ റേക്കാണ് കേട്ടോ. ഇത് ഫുള്ള് ജനറലാണ് ഈ വണ്ടി. ജനറൽ മാത്രമുള്ളൊരു വണ്ടിയാണ് കർമ്മഭൂമി. ആ മലയുടെ മുകളിലോട്ട് കുറെ വഴിയും കെട്ടിടങ്ങളൊക്കെ കണ്ടോ. ആ ഭാഗമാണ് ശരിക്കും ഡാർജിലിംഗ് കേട്ടോ. ഡാർജിലിംഗ് പോകുന്ന വഴിയാണത്. ഡാർജിലിംഗ് ആണ് മലയുടെ മുകളിൽ ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. നമ്മളെ ഇല്ലേ എവിടെയോ കൊണ്ട് പിടിച്ചതല്ല, ഇത് വണ്ടി നിർത്തിയാണ്. ആരാണ്ട് ചെയിൻ വലിച്ചാണ് കേട്ടോ. വണ്ടി 3 തവണ ഹോൺ അടിച്ചായിരുന്നു, പോന്ന് പറഞ്ഞുകൊണ്ട്. പുറകിലൊക്കെ ആരാണ്ടൊക്കെ ഓടിപ്പോയിട്ടുണ്ട്. മഞ്ഞുമലകൾ നമുക്ക് ഇപ്പോഴും കാണാം കേട്ടോ. കാഞ്ചൻജംഗ ആണെന്നാണ് എൻ്റെ നിഗമനം. കാരണം മാപ്പിൽ നോക്കിയിട്ട് കാഞ്ചൻജംഗ മൗണ്ടൻ ആ ഒരു റേഞ്ചാണ് കാണിക്കണത്, ആ മഞ്ഞുമല. മാപ്പിൽ മറ്റേ സാറ്റലൈറ്റ് മോഡ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റില്ല മഞ്ഞുമലയുടെ ഇത്. അതിപ്പോഴും കാണാൻ പറ്റും, ക്ലിയർലി കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. ഇനി നമ്മുടെ അവധ് അസം എക്സ്പ്രസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. നമ്മൾ ഫുള്ള് ബീഹാറിൽ കൂടാണ് അടുത്ത വീഡിയോ പോകുന്നത്. എന്താവോ എന്തോ. നമ്മളിപ്പം അലുവബാരി റോഡെന്നൊരു സ്ഥലം എത്താറായിട്ടുണ്ട്. അപ്പം സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മൾ ബീഹാർ ആണ് ഫുള്ള് കാണിക്കാൻ പോകുന്നത്. ബീഹാർ വഴിയാണ് പോകുന്നത്. ബീഹാർ മറ്റേ നമ്മളിപ്പം എവിടെയായിരുന്നു, ബറൗണി എത്തും ഉച്ചയ്ക്ക്. ബറൗണി, സമസ്തിപൂർ, ഹാജിപൂർ, മുസാഫർപൂർ, അങ്ങനെ ഓരോ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് അവധ് അസം എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.